ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഹെയർ കെയർ ടിപ്സിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഹെയർ കെയർ ടിപ്സിന്റെ സെക്കൻഡ് വീഡിയോ ആണ്, പാർട്ട് 2 ആണ്. നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേർക്കുള്ള ഡൗട്ടും അല്ലെങ്കിൽ കമന്റ്സിലൂടെയൊക്കെ വന്നതാണ് എന്റെ ഹെയറിന്റെ ലെങ്തും കാര്യങ്ങളും. അപ്പൊ ഇതാണ് എന്റെ ഒറിജിനൽ ഹെയർ, അത്യാവശ്യം നല്ല ലെങ്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫോട്ടോസ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഹെയർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കട്ട് ചെയ്തതിന് മുന്നേ ഉള്ള ഫോട്ടോസ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പറയണത് എനിക്ക് ഹെയർ ഉള്ളതാണോ അതോ ഇപ്പൊ ഹെയർ കുറഞ്ഞിട്ടുള്ളതാണോ നല്ലതെന്നുള്ളത് താഴത്ത് കമന്റ് ചെയ്യണം കേട്ടോ. അതായത് ആ വീഡിയോസിന്റെ താഴെ നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ ഹെയർ ഫോൾ മാറാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേർക്ക് ഹെയർ ഫോൾ ഉണ്ടെന്ന്. അപ്പൊ ഹെയർ ഫോൾ മാറാൻ എന്താ ചെയ്യണ്ടേ നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹെയർ ഫോള് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹെയറിൽ നമ്മള് ഹെയർ സ്റ്റൈൽ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഹീറ്റും കാര്യങ്ങളും നമ്മുടെ ഹെയറിൽ കൊടുക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഹെയറിലേക്ക് ഡയറക്റ്റ് ഹീറ്റും കാര്യങ്ങളും കൊടുക്കാതിരിക്കും. ഇപ്പം ഹെയർ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും കേൾ ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ മാക്സിമം വന്നിട്ട് ഹെയറിൽ ഈ പറഞ്ഞ പോലെ ഹീറ്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ, ഡയറക്റ്റ് നമ്മുടെ ഹെയറിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നന്നായിട്ട് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാര്യം സ്പ്ലിറ്റൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയറിൽ കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഉള്ളപ്പോൾ മാത്രം വന്നിട്ട് നിങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അല്ലാത്ത ടൈമിൽ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഹെയർ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. പിന്നെ നമ്മൾ സെക്കൻഡ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവമാണ് നമ്മൾ പ്രോട്ടീൻ ആയിട്ടുള്ള റിച്ച് ഫുഡ് നമ്മൾ കഴിക്കുക എന്നുള്ളത്. നമ്മൾ ഹെയറിലേക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉള്ളിലേക്കും കൊടുക്കുക. നമ്മുടെ ഹെയറിന് കിട്ടേണ്ട ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമ്മുടെ ഹെയറിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ മാത്രം പുറമേക്ക്, അതായത് വെളിയിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഉള്ളിലേക്കും കൊടുക്കണം. എന്നാൽ മാത്രം നമ്മുടെ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് മുടി നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോത്ത് ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ എല്ലാവരും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു തെറ്റും കാര്യങ്ങളും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫേറ്റ് ഫ്രീ അല്ലാത്ത ഷാംപൂസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇപ്പൊ കൂടുതൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് ഒക്കെ ഒത്തിരി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം വന്നിട്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ വന്നിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു ഷാംപൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് എടുക്കുക. ഏതാണെന്നൊന്നും ഞാൻ നമ്മുടെ ഇതിൽ പറയുന്നില്ല. കാര്യം വേണമെന്നുള്ളത് നിങ്ങൾ താഴത്ത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി ഏത് ഷാംപൂ നല്ലതെന്നുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ഏതാണെന്ന് ഞാൻ പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് താഴെ കമന്റ് ചെയ്യുക, ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ഇന്ന ഷാംപൂ എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷാംപൂ ഏതാണോ അത് വന്നിട്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ വന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ വന്നിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ഹെയർ ഫോളും കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മുടെ ഹെയർ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനും ഒത്തിരി ഹെയർ ഫോളും കാര്യങ്ങളും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ ഹെയർ ഫോൾ കൂടുതലാണ്. അത് നിങ്ങൾ അത്ര വലിയ കാര്യമാക്കണ്ട. പിന്നെ ഈ തൈറോയ്ഡ് കാര്യങ്ങൾ, അങ്ങനെയുള്ള PCOD അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യം, നമുക്കത് നമ്മുടെ പോയ ഹെയർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഈ വീഡിയോയിലും നമ്മുടെ പാർട്ട് 1 വീഡിയോയും പറയുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഹെയർ ഗ്രോത്ത് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഹെയർ വളർന്ന് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാണ്ടിരിക്കുക. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്ന ടൈമിൽ ബസ്സില് അതുപോലെ തന്നെ ബൈക്കില് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഹെയർ മാക്സിമം വന്നിട്ട് ജസ്റ്റ് ബൺ കെട്ടി വെക്കുകയോ, അതായത് ഫുൾ ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി ബൺ കെട്ടി വെക്കുകയോ, അല്ലെങ്കിൽ ഒരു ക്യാഷ് ക്ലിപ്പ് അങ്ങനെ ക്രാബ് അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഫുൾ ഹെയർ ജസ്റ്റ് ലൂസ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ ക്രാബ് ചെയ്ത് വെക്കുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുക. ഇല്ലാതെ നിങ്ങൾ ഇതുപോലെ ഫ്രീ ഹെയർ ആയിട്ട് ഇട്ടിട്ട് പോകരുത്. അത് ഫ്രീ ഹെയർ ഇട്ടിട്ട് പോകരുത് എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ കാറ്റടി കാര്യങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ഡാമേജ് ആയിട്ട് പൊട്ടിപ്പോകും, ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പം അത് പക്ഷെ ഞാൻ ടൈറ്റ് ആയിട്ട് ചെയ്യരുതെന്ന് പറയുന്നത്, ഹെയർ അല്ലാതെ നമ്മൾ സ്റ്റൈൽ ചെയ്യുമല്ലോ, ഹെയർ നന്നായിട്ട് വലിച്ച് മുറുക്കി ടൈറ്റ് ചെയ്ത് പോണിറ്റയിൽ കിട്ടുന്ന ആൾക്കാരൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഹെയർ ടൈറ്റ് ചെയ്ത് കെട്ടാതിരിക്കുക. പിന്നെ ഈ റബ്ബർ ബാൻഡ് പോലുള്ള ഐറ്റംസ് കാര്യങ്ങൾ നമ്മുടെ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ വന്നിട്ട് ഭയങ്കര ഈ നമ്മുടെ ക്രഞ്ചീസ് ഇല്ലേ, അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ക്രഞ്ചീസ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുക. അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ പൊട്ടിപ്പോകത്തില്ല. അല്ല റബ്ബർ ബാൻഡ് ഒക്കെ നമ്മുടെ ഹെയറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ഹെയർ
അതായത് നമ്മുടെ ഹെയർ അഴിച്ചെടുക്കുന്ന റബ്ബർ ബാൻഡ് ഊരി എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി നല്ലൊരു ഇതില് ഹെയർ വന്നിട്ട് ആ റബ്ബർ ബാൻഡിലിരിക്കും. അപ്പൊ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. മാക്സിമം വന്നിട്ട് നിങ്ങൾ അത് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈമില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ഈ അടുത്തുള്ള ചീപ്പുണ്ടല്ലോ, ചീപ്പ് എന്നൊക്കെ പല സ്ഥലത്തും പറയും. അപ്പൊ നമ്മളിവിടെ കൂടുതലും നോർമലി പറയുന്നത് ചീപ്പെന്നാണ്. അപ്പൊ കോമ്പില്ലേ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നമ്മുടെ കോമ്പ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നെങ്കിൽ വുഡന്റെ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കോമ്പ് യൂസ് ചെയ്യുക. ആ കോമ്പ് യൂസ് ചെയ്യുന്ന ടൈമില് നമ്മുടെ പല്ലിന് അകൽച്ചയുള്ള വലിയ പല്ലുള്ള കോമ്പ് യൂസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് ഈ വീഡിയോന്റെ ഇതിൽ ഞാൻ കൊടുക്കാം. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് സ്ക്രീനിൽ എവിടെയെങ്കിലും ആയിട്ട് ഞാൻ കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള കോമ്പാണ് യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ ഞാൻ അങ്ങനത്തെ കോമ്പാണ് കൂടുതലും യൂസ് ചെയ്യാറ്. ജസ്റ്റ് നമ്മുടെ ഹെയർ ഇതെല്ലാം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തീർത്ത് ഹെയർ നല്ല അടിപൊളിയായിട്ട് സീവ് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് നമ്മുടെ ചെറിയ പല്ലുകളുള്ള കോമ്പ് വെച്ച് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത ടൈമിൽ നമ്മുടെ ഹെയർ ഭയങ്കര വെറ്റായിട്ട് നനഞ്ഞിരിക്കുന്ന ടൈമിലൊക്കെ ഭയങ്കര നമ്മുടെ ഹെയറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഇത് കൊടുക്കുന്ന രീതിക്ക് പിടിച്ച് ഭയങ്കര അതിന് ഭയങ്കര ഇവിടെ ഇങ്ങനെ കുത്തിപ്പറിക്കാതിരിക്കുക ഈ ചീർപ്പ് വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മുടെ വെറ്റായിട്ടുള്ള ഹെയറിലൊക്കെ നമ്മൾ കോമ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ രീതിക്കുള്ള കോമ്പ് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ല രീതിക്ക് മുടി നീളം വെക്കാനും ഉള്ളോട് കൂടി വളരാനും ഈ ഹെയർ ഫോൾ ഒക്കെ മാറി കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ അടിപൊളി ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒണിയനാണ്. സവോള എടുക്കുക, അതിന്റെ നീരെടുക്കുക, ജ്യൂസ് ആയിട്ട് എടുക്കുക, ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അതെടുത്തതിന് ശേഷം ആ ജ്യൂസ് ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് എപ്പോഴും നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ കോക്കനട്ട് ഓയിൽ, പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ എടുക്കും. ആ കോക്കനട്ട് ഓയിലിനകത്തേക്ക് ആവശ്യമുള്ള നമ്മുടെ ഹെഡിന് സ്കാൽപ്പിന് ആവശ്യത്തിനുള്ള എന്റെ ഹെയറിന് ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ നമ്മൾ എടുക്കുക. ആ ഓയിൽ ഒരു ബൗളിൽ എടുത്തതിന് ശേഷം ഈ ജ്യൂസ് ഉണ്ടല്ലോ, ഒരു സവോളയുടെ ജ്യൂസ് എടുത്തിട്ട് ആ ജ്യൂസ് ഇതിലേക്ക് ഈ കോക്കനട്ട് ഓയിലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ പഞ്ഞിയിലോ എന്തെങ്കിലും മുക്കിയിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ ഓരോ ഇഴയും ചീർപ്പുകൊണ്ട് ഇങ്ങനെ മാറ്റി വകഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പിലേക്കാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. അത് സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമ്മുടെ ഹെയറിന്റെ ടിപ്പിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണ് നമ്മുടെ ഹെയർ പുതിയ ബേബി ഹെയർസ് വരുന്നതും അതുപോലെ തന്നെ ഹെയറിന് ഗ്രോത്ത് വെക്കുന്നതും നീളം വെക്കുന്നതും എല്ലാം. അപ്പൊ നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഹെയറിലേക്കാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും അടിപൊളിയായ ഐറ്റം ആണ് നമ്മുടെ ഈ ഓണിയൻ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഓണിയൻ ജ്യൂസും നിങ്ങൾ ഏത് ഓയിലാണോ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ ആ ഹെയർ ഓയിലിനുള്ളിലേക്ക് അതിന്റെ കൂടെ നിങ്ങൾ ഈ ഓണിയൻ ജ്യൂസ് കൂടി മിക്സ് ചെയ്തിട്ട് വീക്ക്ലി ട്വൈസ് നിങ്ങൾ വന്നിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഷാമ്പു എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക, അത് മറക്കരുത്. മാക്സിമം അല്ല, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ഹെയർ ഡാമേജ് ആകുന്നതിൽ നിന്നും നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും തന്നെ നമ്മുടെ ഹെയറിൽ ചെയ്യാണ്ടിരിക്കുക. അതാണ് ഏറ്റവും ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ നമുക്കിപ്പം നമ്മുടെ ചുറ്റും കാണുന്നതാണ് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്. ഒത്തിരി പാർലറിലും കാര്യങ്ങളൊക്കെ പോയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല പാർലർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ചെയ്യാറുണ്ട്. എന്നാലും എങ്ങനെയൊക്കെ പറയാലും ഓരോ പ്രൊഡക്റ്റും നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഹെയറിൽ വരും. അപ്പൊ ഞാൻ ഇതുവരെ ഒരു ട്രീറ്റ്മെന്റ് കെമിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ എന്റെ ഹെയറിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആണ്. ഇപ്പൊ സ്ട്രെയിറ്റനായി കിടക്കുന്നെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടോ ഹീറ്റ് വെച്ച് സ്ട്രെയിറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല. എന്റെ നാച്ചുറൽ ഹെയർ ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് എന്റെ ഹെയർ കിടക്കാറ്. അപ്പം ഞാൻ അതുകൊണ്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇപ്പൊ ഹെയർ സ്ട്രെയിറ്റ് ആയി നല്ലൊരു സിൽക്കി ആയി സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. കോക്കനട്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിന്റെ തേങ്ങ ചിരണ്ടി തേങ്ങാപ്പാലൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്തിട്ട് ഹെയറിൽ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. നല്ല സിൽക്ക് ആൻഡ് ഷൈനിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ഹെയർ കിടക്കും. അപ്പം അതൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കെമിക്കൽ ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ പാർലറിൽ നിന്ന് പറയുന്നത് പോലെ തന്നെ നല്ലൊരു പാർലറിൽ പോയി ചെയ്യുക. പിന്നെ പാർലറിൽ നിന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുക. പ്രോഡക്റ്റ് ആണെങ്കിലും ഷാംപൂസ് ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും ഒക്കെ അവർ പറയുന്ന രീതിക്ക് തന്നെ അത് ഫോളോ ചെയ്ത് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ
8ന്റെ അല്ല 16ന്റെ പണി കിട്ടും. പിന്നെ നമ്മൾ ഉറങ്ങുന്ന ടൈമില് നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ വന്നിട്ട് കോട്ടൺ പില്ലോസ് കോട്ടൺ കവറുള്ള പില്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ നിങ്ങൾ വന്നിട്ട് സിൽക്ക്, അതായത് സിൽക്ക് കൊണ്ടുള്ള ക്ലോത്തിലുള്ള പില്ലോസ് കവറിലുള്ള പില്ലോസ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഹെയർ ഡാമേജ് ആയി പോകാതിരിക്കാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള പില്ലോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒത്തിരി അത് ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പം അങ്ങനെയുള്ള പില്ലോസ് ആണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ പില്ലോസ് അല്ല യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള പില്ലോസ് ആണ് യൂസ് ചെയ്യാൻ നല്ലതെന്നാണ് പറയുന്നത്. അപ്പം അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഹെയർ അല്ലാതെ തന്നെ മേലിലേക്ക് പൊക്കി കെട്ടി വെച്ചിട്ട് ഒരു ക്രാബ് എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് ഫുൾ ഒന്നെങ്കിൽ ബണ്ണ് ചെയ്ത് വെക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രാബ് വെച്ചിട്ട് അങ്ങനെ കെട്ടിവെക്കും, മേലിലേക്ക് കെട്ടിവെക്കുകയാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ ഞാനതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ വിടാറ്. പക്ഷെ അത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ടുള്ള പില്ലോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഭയങ്കര നല്ലതാണ്. പിന്നെ നമ്മുടെ ഹെയർ റെഗുലർലി, അതായത് ഒരു വീക്ക്ലി അല്ല മന്ത്ലി വൺസ് എങ്കിലും നമ്മുടെ ഹെയർ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയറിന്റെ തുമ്പുണ്ടല്ലോ, തുമ്പ് എൻഡ് വശം, ആ എൻഡ് സൈഡ് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇത്രയും ഇഞ്ച് ഇത്രയും വന്നിട്ട് നമ്മൾ ജസ്റ്റ് ട്രിം ചെയ്ത് വിടുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലിറ്റൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി നല്ല രീതിക്ക് ഒന്ന് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ രീതിക്കൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ മന്ത്ലി വൺസ് നിങ്ങളുടെ ഹെയർ വന്നിട്ട് ജസ്റ്റ് ട്രിം ചെയ്യുക. ഈ ഒരു ഇഞ്ചിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ഇച്ചിരി മതി. ഈ ഒരു ഇഞ്ചിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ട്രിം ചെയ്ത് വിടുക. പിന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയും എന്നൊക്കെ ഉള്ള ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ അറിയും എന്നുള്ള വീഡിയോ നമുക്ക് വേറെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റാ.